നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ആറാട്ടുപുഴയിലെ തൃപ്രയാർ തേവരുടെ തറ സമർപ്പിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ ചമയങ്ങളും മറ്റും ഒരുക്കിവെക്കുന്നതും തേവർക്കുള്ള ദ്രവ്യ സമർപ്പണം നടക്കുന്നതുമായ ആറാട്ടുപുഴയിലെ നവീകരിച്ച തേവർ തറയാണ് സമർപ്പിച്ചത്. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ചലച്ചിത്ര താരം മാളവിക നായർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മുൻ ദേവസ്ഥാനാധിപതി സ്വർഗീയ ദാമോദര സ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ സംരംഭമായ 100 ദിവസത്തെ തുടർച്ചയായുള്ള ഭാരത നൃത്തോത്സവത്തിന് തുടക്കം. നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ശതദിന നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. അവിണിശ്ശേരി മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ആറാട്ടുപുഴയിലെ തൃപ്രയാർ തേവരുടെ തറ സമർപ്പിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ ചമയങ്ങളും മറ്റും ഒരുക്കിവെക്കുന്നതും തേവർക്കുള്ള ദ്രവ്യ സമർപ്പണം നടക്കുന്നതുമായ ആറാട്ടുപുഴയിലെ നവീകരിച്ച തേവർ തറയാണ് സമർപ്പിച്ചത്. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്രം മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമികൾ തേവർത്തറയുടെ സമർപ്പണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. അതിന് ഇത്രയും 108 ക്ഷേത്രങ്ങൾ ചേർന്ന് നടത്തിയിരുന്ന പൂരം ഇപ്പോൾ അത് 24 ക്ഷേത്രങ്ങളായിട്ട് ചുരുങ്ങിയത്. അത് ഏതെങ്കിലും കാലക്രമേണ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അതിൽ എല്ലാ സ്ഥലത്തും പൂരങ്ങളായിപ്പോൾ ക്ഷേത്രങ്ങൾ എല്ലാ സ്ഥലത്തും പൂരങ്ങൾ ആഘോഷിക്കുന്ന ഒരു കാലമായതുകൊണ്ടാണ് ഇങ്ങനെ ചുരുങ്ങി വന്നത്. പക്ഷേ ജനപങ്കാളിത്തം വർദ്ധിച്ചു വരിക അഭൂതപൂർവമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ പൂരങ്ങളും ഉത്സവങ്ങളും എല്ലാം ആഘോഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള എല്ലാ ആഘോഷങ്ങളും വലിയ ജനപങ്കാളിത്തത്തോടുകൂടി അത്രത്തോളം ജനകീയമായിട്ടാണ് ഇപ്പോൾ ഉത്സവങ്ങളും പൂരങ്ങളും സംഘടിക്കപ്പെടുന്നത്. എല്ലാ വിധത്തിലുള്ള ജനങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാനുള്ള അതിൽ ജാതി മത അതുപോലെ തന്നെ വർണ്ണ വ്യത്യാസങ്ങളില്ലാതെ എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ആഘോഷങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഉത്സവങ്ങളും. ബോർഡ് അംഗം MB മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ദേവസംഗമഭൂമിയായിട്ടുള്ള ആറാട്ടുപുഴയിൽ തേവരുടെ തറ പുനർനിർമ്മിച്ച് തന്നിട്ടുള്ളത് ബഹുമാന്യായ വിഷ്ണു ഭാരതീയ സ്വാമികളാണ്. അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായി തന്നെ ഈ കാര്യത്തിൽ ഈ നിർമ്മിതി നടത്തി തന്നതിനുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹത്തെക്കുറിച്ചിവിടെ പറഞ്ഞു. കാനാടിക്കാവ് മഠാധിപതിയാണ് അദ്ദേഹം. വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. നമുക്ക് ഇങ്ങനെ ഒരു തറ നിർമ്മിച്ചു തന്നത്, ഈ തറയുടെ പ്രാധാന്യം ഇവിടെ പറയുകയുണ്ടായി. ആറാട്ടുപുഴ ദേവസംഗമ ഭൂമിയിൽ നമ്മുടെ തേവരുടെ തറ, ഈ തറയുടെ പ്രാധാന്യം ഇവിടെ പറഞ്ഞു. വളരെ ജീർണാവസ്ഥയിലായിരുന്ന ആ തറ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ആറാട്ടുപുഴ പൂരത്തിൻ്റെ സമയത്ത് തന്നെ ഇത് പറഞ്ഞതാണ്. അത് പ്രാവർത്തികമാക്കി തന്ന അദ്ദേഹത്തിന് ബോർഡ് അംഗം പ്രേമരാജ് ചൂണ്ടലാത്ത കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉപഹാരം ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമിക്ക് സമ്മാനിച്ചു. തറയുടെ നിർമ്മാണം നടത്തിയ തൃപ്രയാർ ക്രിയേറ്റ് ബിൽഡേഴ്സിന്റെ ശ്രീകാന്തിനെയും ആദരിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, ആറാട്ടുപുഴ പൂരം കോർഡിനേറ്റർ M രാജേന്ദ്രൻ, തൃപ്രയാർ ക്ഷേത്രം ഊരാളൻ ഡോക്ടർ P ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഗ്രാമപഞ്ചായത്ത് അംഗം K രവീന്ദ്രനാഥ്, പെരുവനം ആറാട്ടുപുഴ പൂരം സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് K രാജീവ് മേനോൻ, ദേവസംഗമ സമിതി പ്രസിഡന്റ് AA കുമാരൻ, മേള പ്രമാണികൻ പെരുവനം സതീശൻ മാരാർ, തൃപ്രയാർ ദേവസ്വം മാനേജർ സുരേഷ് കുമാർ, റവന്യൂ ഇൻസ്പെക്ടർ KV വിനീത, ആറാട്ടുപുഴ ദേവസ്വം ഓഫീസർ U അനിൽകുമാർ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി K രഘുനന്ദനൻ, ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് C സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു.
പൂരത്തിന്റെ ഘടകക്ഷേത്ര പ്രതിനിധികൾ, ഭക്തർ, ദേശക്കാർ എന്നിവർ സന്നിഹിതരായിരുന്നു. ക്ഷേത്രം അടച്ച് പൂട്ടിയ ദിവസം മുതൽ ആ നാടുവാഴിയുടെ കൊട്ടാരത്തിൽ പല വിധത്തിലുള്ള അനിഷ്ടങ്ങളും സംഭവിക്കാൻ തുടങ്ങി. അങ്ങനെ അഷ്ടമംഗല പ്രസംഗം നടത്തിയപ്പോൾ അത് ചാത്തൻ സ്വാമിയുടെ ഉപദ്രവമാണെന്ന് അന്ന് പ്രസംഗത്തിൽ കാണുന്നുണ്ട്. അതിന് പരിഹാര കർമ്മിയായിട്ട് ഒഴിവ് കണ്ടത് കാനാടി തറവാട്ടിലെ കോണാചാര്യൻ എന്ന ഞങ്ങളുടെ മുത്തശ്ശനെ ആയിരുന്നു. അദ്ദേഹം ഇതിന് കത്തുകൊടുത്ത് അന്നത്തെ നാടുവാഴി കത്തുകൊടുത്തയച്ച് ഇതിൻ്റെ പരിഹാര കർമ്മത്തിന് ദിവസം നിശ്ചയിച്ച് ആ ദിവസം പോയി പരിഹാര കർമ്മങ്ങൾ നടത്തി വിശ്വമായ നൃത്തത്തിൽ വന്ന് കൽപ്പിച്ചത് ഉടനെ തന്നെ ക്ഷേത്രം തുറന്നു കൊടുക്കണമെന്നായിരുന്നു കൽപ്പന. പിന്നീട് ഇതിനൊരു പുനരുദ്ധാരണം വന്ന സമയത്ത് നമ്മൾക്ക് ഇതിന് പറ്റിയ ഒരാളെ കണ്ടെത്തണം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയിട്ട് വിഷ്ണുപാദിയാർ സ്വാമികളെ പോയി കാണുകയാണ്. അതിന് നമുക്ക് ഒരു വഴി വെച്ച് തന്നത് അന്തിക്കാട് രമേശനാണ്. അന്തിക്കാട് രമേശൻ വഴിയാണ് നമ്മളെ വഴി കണ്ടെത്തിയത്. അദ്ദേഹം അത് കാര്യങ്ങൾ ചെയ്തു തന്നു. ആറാട്ടുപുഴയിൽ തന്നെയുള്ള ശാസ്ത്ര ഡിസൈനേഴ്സ് എന്ന് പറയുന്ന ഇതിൻ്റെ മണികണ്ഠൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ സ്കെച്ചും പ്ലാനൊക്കെ തയ്യാറാക്കിയത്. 39 അടി നീളവും 34 അടി വീതിയുണ്ട്. അതായത് 1360 ഒരു സ്ക്വയർ ഫീറ്റ് ഉണ്ട്. കരിങ്കല്ലാണ് വിരിച്ചിരിക്കുന്നത്. കാലങ്ങളോളം, അതായത് എത്ര നൂറ്റാണ്ടുകൾ നിൽക്കുന്നുള്ളതെന്നൊന്നും നമുക്ക് അതിന് ഒരു കണക്കില്ല. ഒപ്പം ശരിക്കും ക്ഷേത്രങ്ങൾക്ക് വെക്കേണ്ടതായിട്ടുള്ള സോപാനാണ് കൊണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ സോപാനത്തിൻ്റെ കല്ല് കൊണ്ടുവന്നിരിക്കുന്നത് കന്യാകുമാരിയിൽ നിന്നും നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇവിടെ ഷൊർണൂർ. നിർമ്മാണത്തിന് മുഴുവൻ ചെലവും സമർപ്പിച്ചത് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ക്ഷേത്ര മഠാധിപതി ഡോക്ടർ കെ വിഷ്ണു ഭാരതീയ സ്വാമികളാണ്. 39 അടി നീളവും 34 അടി വീതിയുമുള്ള തേവർത്തറയ്ക്ക് 4.5 അടി ഉയരമുണ്ട്. തറയുടെ മുകൾ ഭാഗം കരിങ്കൽ പാളികൾ കൊണ്ട് വിരിച്ചിട്ടുണ്ട്. ഒറ്റ കല്ലിലാണ് സോപാനം തീർത്തിട്ടുള്ളത്. 8 ലക്ഷം രൂപ ചെലവിലാണ് തേവർത്തറ നവീകരിച്ച് മനോഹരമാക്കിയത്. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ചലച്ചിത്ര താരം മാളവിക നായർ ഉദ്ഘാടനം ചെയ്തു. ദീപജ്യോതിർപരം ജ്യോതിർ ദീപജ്യോതിർജനാർദ്ദനമോസ്തുതേ ശുഭം കരോതു കല്യാണം ആരോഗ്യം സുഖസമ്പദാ ദ്വേഷബുദ്ധിവിനാശായ. ഏറ്റവും കൂടുതൽ പിള്ളേരെ അധ്യക്ഷൻ പറഞ്ഞ പോലെ മോൾഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു ഏജ് തന്നെയാണ് അത്. ഐ തിങ്ക് യു സെൻറ്റ് യുവർ സ്റ്റുഡൻറ്റ് ഇൻ ദ റൈറ്റ് സ്കൂൾ ഇൻ ദ റൈറ്റ് പ്ലേസ്. അപ്പം ഒരുപാട് സന്തോഷം. ഇന്ന് ഇവിടെ എല്ലാ സ്റ്റുഡൻസും പെർഫോം ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം കീപ് എൻകറേജിങ് യുവർ കിഡ്സ്. എഡ്യൂക്കേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, ഐ അഗ്രി. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു കാലഘട്ടത്തിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കലാപരമായ ഒരു എന്താ പറയുക, കലാപരമായ ഒരു സ്ട്രെങ്ത്തും ഒരു സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പഠിപ്പ് തീർച്ചയായിട്ടും വേണം, പക്ഷേ ഇങ്ങനെ ഒരു എക്സ്ട്രാ കഴിവുകളും കുട്ടികളിൽ ഡെവലപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടമുള്ളത് എന്താണോ അത് ചെയ്യാനാണ് എല്ലാവരും പ്രോത്സാഹിപ്പിക്കേണ്ടത്. ബിക്കോസ് എൻ്റെ പാഷൻ ഫോളോ ചെയ്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളെല്ലാവരും കാണാൻ സാധിച്ചത്. സ്കൂൾ മാനേജർ KG അച്യുതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പക്ഷെ അത് ഞാൻ ജയശ്രീ ടീച്ചർക്ക് മാത്രമേ ഈ CNN സ്കൂളുകളിൽ ഒരു അവകാശം പോലെ ഒരു അധികാരം ഞാൻ കൊടുത്തിട്ടുള്ളൂ. എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോളൂ. ആ തീരുമാനം മാനേജർ പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് ഏത് തീരുമാനം എടുക്കാനുള്ള ഒരു അവകാശം ഞാൻ ജയശ്രീ ടീച്ചർക്ക് കൊടുത്തു. അതെനിക്കറിയാം ജയശ്രീ ടീച്ചർ അത് വേണ്ട രീതിയിലേ ഉപയോഗിക്കുകയുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ ഈ 4 വർഷത്തിനകത്ത് ഈ അവകാശം കൊടുത്തിട്ട് ഇന്ന് വരെ ടീച്ചർ ആ അവകാശം ഉപയോഗിച്ചില്ല. ഒരു സ്പെഷ്യൽ റൈറ്റ് അങ്ങോട്ട് കൊടുത്തതാണ്, അതുപോലും ഉപയോഗിക്കാതെ കണ്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആ നിലയ്ക്ക് നല്ല ഒരു മാതൃക അധ്യാപിക. പൂർവ്വകാലങ്ങളിലും ടീച്ചറെ കുറിച്ച് ഞാൻ ധാരാളം പലരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. എൻ്റെ ഫാദറിനിലോ ഉള്ള കാലത്തും പറയും ജയശ്രീ ടീച്ചർ വിശേഷം. എന്തായാലും മഹത്തമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ
ശ്രീശങ്കര ശിശു വിദ്യാമന്ദിരം എന്ന് പറഞ്ഞാൽ 500-നടുത്ത് കുട്ടികൾ പഠിക്കുന്ന ഒരു ശിശു വിദ്യാമന്ദിരമാണ്. ഇത്രയും സ്ട്രെങ്ത്തിൽ ശിശു വിദ്യാമന്ദിരം പ്രവർത്തിക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ നമുക്ക് കാണാൻ പറ്റും. ചടങ്ങിൽ വിദ്യാലയ സമിതി സെക്രട്ടറി സ്പോർട്സ് ചാമ്പ്യന്മാർക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാലയ സമിതി പ്രസിഡന്റ് വി രവി, കെ ആദിശങ്കർ, പ്രധാനാധ്യാപിക ആർ ജയശ്രീ, സഞ്ജീവനി സമിതി സെക്രട്ടറി കെ പി ഗോപാലകൃഷ്ണൻ, പഞ്ചായത്ത് അംഗം ശ്രുതി ശ്രീശങ്കർ, CNN സ്കൂൾ മുൻ മാനേജർ PI സോമനാഥൻ, മാതൃസമിതി പ്രസിഡന്റ് വി സീന, PTA പ്രസിഡന്റ് MV ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ പരിപാടികൾ അരങ്ങേറി. ഞങ്ങൾ വികാരമില്ല, കണ്ണിൽ വിടാതെ മിന്നും മിന്നൽ തൊടാതെടാ. മാലിനിയുടെ തീരങ്ങൾ തഴുകി വരും പനിനീർ കാറ്റേ. ദൂരെ പാതയിലോടും കണ്ണോടെ മധുരയിൽ നിന്നോ ഇന്നലെ വൈകിയതെന്നെ കൊണ്ടോ നീ മനസ്വിനി ഞാനോ. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മുൻ ദേവസ്ഥാനാധിപതി സ്വർഗീയ ദാമോദര സ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ സംരംഭമായ 100 ദിവസത്തെ തുടർച്ചയായുള്ള ഭാരത നൃത്തോത്സവം 2024 ദേവസ്ഥാനം ദക്ഷിണാമൂർത്തി സംഗീത നൃത്തമണ്ഡപത്തിൽ തുടക്കം കുറിച്ചു. നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ശതദിന നൃത്തോത്സവം ഉദ്ഘാടനം നിർവഹിച്ചു. പൂനെയിലായിരുന്ന അവർ ഓൺലൈനായിട്ടായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണി ദാമോദര സ്വാമികൾ നിലവിളക്ക് തെളിയിച്ച് അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഒരു നൃത്തോത്സവം എന്ന് പറയുമ്പോൾ ഒരു ദൈവികമായ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു ആത്മീയ ഒരു നൃത്ത യാഗം തന്നെയാണ് നമ്മുടെ വിഷ്ണുവായ സ്വാമിയുടെ ഈ തിരുസന്നിധിയിൽ ഇനി 100 ദിവസങ്ങൾ നടക്കാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, 2 മാസം മുൻപാണ് ഇവിടെ 1 മാസം നീണ്ടു നിൽക്കുന്ന ദക്ഷിണാമൂർത്തി സംഗീതോത്സവം നടന്നത്. വീണ്ടും ഒരു 2 മാസം കഴിയുമ്പോൾ ഇത്രയും വലിയൊരു നൃത്തോത്സവം വീണ്ടും നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഏകദേശം നമുക്ക് ഉത്സവത്തിനോടനുബന്ധിച്ചുള്ള ദക്ഷിണാമൂർത്തി സംഗീതോത്സവത്തിൽ ഏകദേശം ഒരു 2000-ഓളം അപേക്ഷകരുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഏകദേശം 800-900 ആൾക്കാർ മാത്രമേ ആ സമയത്തിനുള്ളിൽ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കൂ. കലാപീഠം 2ാം വർഷ സംഗീത വിദ്യാർത്ഥിനികളായ ആരതി ജയൻ, ദേവനന്ദ എന്നിവരുടെ പ്രാർത്ഥനയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. ട്രസ്റ്റിമാരായ ദേവസ്ഥാനം വേണുഗോപാൽ, ദേവസ്ഥാനം ദേവദാസ്, ദേവസ്ഥാനം സ്വാമിനാഥൻ, അഡ്വക്കേറ്റ് KV പ്രവീൺ, PRO KG ഹരിദാസ്, കലാപീഠം അഡ്മിനിസ്ട്രേറ്റീവ് മാനേജർ MB സന്തോഷ്, കലാപീഠം പ്രിൻസിപ്പൽ ഡോക്ടർ JP ശർമ്മ, നൃത്തോത്സവം കമ്മിറ്റി അംഗം ദിനേശ് രാജ, കലാപീഠം PTA പ്രസിഡന്റ് ഗിരിജ വല്ലഭൻ, സെക്രട്ടറി ശ്രീജ ജയൻ, ട്രഷറർ കുമാരി, കലാപീഠം അധ്യാപകരും അനധ്യാപകരും, സംഗീതം, നൃത്തം, വയലിൻ, മൃദംഗം, ചെണ്ട വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളും സന്നിഹിതരായിരുന്നു. തുടർന്ന് നടന്ന നൃത്തമേളയിൽ ദുബായിൽ നിന്നും വന്ന ഭരതനാട്യം നർത്തകിമാരായ ഗുരു രോഹിണി ആനന്ദും സ്മൃതി ഷേണായും സംഘവും അവതരിപ്പിച്ച രാമായണാഖ്യാനവും ശിവരാവണ സംവാദവും അഹല്യമോക്ഷവും തില്ലാനയും എല്ലാം അരങ്ങേറി. തുടർന്ന് കാക്കനാട് പാട്ടുപുരയ്ക്കൽ നൃത്തവിദ്യാലയം അവതരിപ്പിച്ച തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. അവണിശ്ശേരി മണ്ഡലം ഐക്യജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി പഞ്ചായത്ത് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന തോന്നലിൽ നിന്ന് അവണിശ്ശേരി പഞ്ചായത്ത് കോൺഗ്രസ് കമ്മിറ്റി ഉയർത്തെഴുന്നേൽക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം. ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റ് ശക്തികളും മതേതര ശക്തികളെ തകർക്കുന്ന ഫാസിസ്റ്റ് ശക്തികൾ, മതേതരവാദികൾ ഇന്ത്യയെ തകർക്കാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, സോഷ്യലിസ്റ്റ് ചിന്തകൾ
ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ രൂപീകൃതമായ ഇന്ത്യ എന്ന മുന്നണി ഇന്ത്യ ഭരിക്കാൻ പോകുന്നു എന്ന വാർത്തയാണ്. ചടങ്ങിൽ പുതിയ മണ്ഡലം പ്രസിഡന്റായി പ്രിയൻ പെരിഞ്ചേരിയെ തെരഞ്ഞെടുത്തു. സ്വാതന്ത്ര്യ സമര സേനാനി VR കൃഷ്ണൻ എഴുത്തച്ഛന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. വിആറിന്റെ മകൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സ്വാതന്ത്ര്യ സമര ചരിത്രം ഉൾക്കൊള്ളുന്ന പുസ്തകം മണ്ഡലം പ്രസിഡന്റിന് കൈമാറി പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. മുൻ മണ്ഡലം പ്രസിഡന്റ് KP അനൂപ് ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥിയായിരുന്ന അഡ്വക്കേറ്റ് സുനിൽ ലാലൂർ മുഖ്യപ്രഭാഷണം നടത്തി. UDF ചെയർമാൻ അഡ്വക്കേറ്റ് ബിജു കുണ്ടുകുളം, ചെർ ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ്, ചെർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ KR ശ്രീനിവാസൻ, അഡ്വക്കേറ്റ് AB അനീഷ്, VI ജോൺസൺ, CK വിനോദ്, പാർലം മണ്ഡലം പ്രസിഡന്റ് KR ചന്ദ്രൻ, കോൺഗ്രസ് നേതാക്കളായ CK നന്ദകുമാർ, M സേതുമാധവൻ, K നന്ദകുമാർ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് KP സൂരജ്, ബാലു കനാൽ, ജിനീഷ് VR, ജയശ്രീ NV, വിനയ സച്ചിൻ, പ്രവീൺ പോൾ, ഷാജു തുമ്പയിൽ, NV രാജൻ, MR രാമകൃഷ്ണൻ, പ്രദീപ് വലിയങ്ങോട്ട് എന്നിവർ സംസാരിച്ചു. ആൾക്കൂട്ട ആക്രമണത്തിൽ ബസ് ഡ്രൈവർ സാഹർ കൊല്ലപ്പെട്ടിട്ട് മാർച്ച് 7-ന് ഒരു കൊല്ലം പിന്നിട്ടിട്ടും മുഖ്യപ്രതികളിൽ ഒരാളായ മൂർക്കനാട് കാരണയിൽ 28 വയസ്സുള്ള ഗിഞ്ചുവിനെ ഇതുവരെ പിടികൂടാനായിട്ടില്ല. ചിറക്കൽ കോട്ടം മമസ്തരായില്ലത്ത് ഷംസുദ്ദീന്റെ മകനും സ്വകാര്യ ബസ് ഡ്രൈവറുമായ 32 വയസ്സുള്ള സഹാർ 2023 മാർച്ച് 7-നാണ് കൊല്ലപ്പെട്ടത്. ഫെബ്രുവരി 18-ന് രാത്രി ചിറക്കൽ തിരുവാണിക്കാവ് ക്ഷേത്രത്തിനടുത്തായിരുന്നു ആൾക്കൂട്ടം മർദ്ദിച്ചത്. പെൺസുഹൃത്തിന്റെ വീട്ടിലെത്തിയ സഹാറിനെ പ്രതികൾ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി മണിക്കൂറുകളോളം മർദ്ദിക്കുകയായിരുന്നു. ഗുരുതര പരിക്കേറ്റ് 17 ദിവസത്തോളം ആശുപത്രിയിൽ കഴിഞ്ഞ സഹാർ ചികിത്സയിലിരിക്കെയാണ് മരിച്ചത്. സഹാറിന് ഗുരുതര പരിക്കേറ്റിട്ടും ആൾക്കൂട്ട ആക്രമണമാണെന്ന് അറിഞ്ഞിട്ടും പ്രതികൾ നാട്ടിലുണ്ടായിട്ടും പോലീസ് ആദ്യഘട്ടത്തിൽ അനാസ്ഥ കാട്ടിയത് പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള അവസരമായെന്നാണ് ആക്ഷേപം. ചികിത്സയിലിരിക്കെ സഹാർ മരിച്ചതിനെ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായപ്പോഴാണ് പോലീസ് അന്വേഷണം ഗൗരവമായത്. ശേഷം സംസ്ഥാനത്തിനകത്തും ഉത്തരേന്ത്യയിലും വിദേശത്തും കഴിഞ്ഞ 13 പേരെ അറസ്റ്റ് ചെയ്തു. ആക്രമണം നടത്തിയതിന് 8 പേരെയും പ്രതികളെ സഹായിച്ച കുറ്റത്തിന് 5 പേരെയുമാണ് അറസ്റ്റ് ചെയ്തത്. എന്നാൽ മുഖ്യ പ്രതികളിൽ ഒരാളായ ഗിഞ്ചുവിനെ കുറിച്ച് ഒരു സൂചനയും കിട്ടിയില്ല. മുൻപ് അറസ്റ്റിലായ 13 പ്രതികളും നിലവിൽ ജാമ്യത്തിലാണ്. അപൂർവ രോഗം ബാധിച്ച 3 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. തൃത്തല്ലൂർ ചെട്ടിക്കാട് കോളനിയിൽ വലിയകത്ത് ഷബീർ സഫ്ന ദമ്പതികളുടെ മകൻ മുഹമ്മദ് അസീമാണ് ബ്ലാക്ക് ഫംഗ് അനീമിയ രോഗം മൂലം ദുരിതമനുഭവിക്കുന്നത്. തമിഴ്നാട്ടിലെ വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്ന മുഹമ്മദ് അസീമിന് മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ അടിയന്തരമായി ചെയ്യണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിനായി 30 ലക്ഷത്തോളം രൂപ ചിലവ് വരും. പ്രൈവറ്റ് ബസ്സിൽ കണ്ടക്ടറായ പിതാവിന് കുട്ടിയുടെ ചികിത്സ താങ്ങാവുന്നതിലും അധികമാണ്. മജ്ജ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കുമായി സുമനസുകളുടെ സഹായം തേടുകയാണ് കുടുംബം. ഡോക്ടർ പറഞ്ഞു ഇനിയൊന്നും നോക്കാല്ല, പുറമേന്നുള്ളൊരു ഡോണർ നോക്കേണ്ട ആവശ്യമില്ല. കുട്ടിക്ക് ഇത്രയും ആഴ്ചയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഇത് ഡോണർ നോക്കുമ്പോൾ വെച്ചാല് 10 ലക്ഷത്തിന് മേലാണ് ഡോണർ ചോദിക്കുക. അതുകൂടാതെ എന്ന് വെച്ചാൽ ഡോണർ ചിലപ്പോൾ ഇത്രയും മാച്ചിങ് ഉണ്ടാവണമെന്നില്ല. നമുക്കിത് കൂടുതൽ വിജയകരമാവണമെന്നുണ്ടെങ്കിൽ ഡോണർ അത്രയും മാച്ചിങ് ആയിരിക്കണം. ഇവളുടെ ഇത്രയും എല്ലാം ഒരുപോലെയാണ്, രണ്ടാളെ HLA ടെസ്റ്റിലാണ്. പിന്നെ അവളുടെ തന്നെ എടുക്കാം. പക്ഷെ അവൾക്ക് 10 കിലോ വെയിറ്റ് ആവണം. ബ്ലഡ് കളക്ട് ചെയ്യണമെന്ന് വെച്ചാൽ അവൾക്ക് വെയിറ്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ 10 കിലോ വെയിറ്റ് ആവണതാണ് നമുക്ക് ഈ ഫണ്ട് കണ്ടെത്താനുള്ള ടൈം. 8 മാസം പ്രായമായ ഇവരുടെ ഇളയ കുട്ടിയുടെ മജ്ജയാണ് ശസ്ത്രക്രിയയ്ക്കായി എടുക്കുന്നത്. മുഹമ്മദ് അസീമിന്റെ ചികിത്സയ്ക്കായി തുക കണ്ടെത്താൻ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. TN പ്രതാപൻ MP, മുരളി പെരുന്നെല്ലി MLA, തളിക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് എന്നിവർ രക്ഷാധികാരികളായുള്ള ചികിത്സാ സഹായ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഫണ്ട് സ്വരൂപിക്കുന്നത്. ഇതിനായി കുട്ടിയുടെ പിതാവ് ഷബീർ RBയുടെ പേരിൽ കാനറ ബാങ്കിന്റെ വാടാനപ്പള്ളി ശാഖയിൽ 11-6656-5904 എന്ന അക്കൗണ്ട് നമ്പറിൽ അക്കൗണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇതിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. IFSC കോഡ് CNRB 0001062.
നാട്ടിക ബീച്ച് ശ്രീ ആരിക്കരി ഭഗവതി പള്ളത്ത് പാറപ്പൻ മുത്തപ്പൻ ദേവസ്ഥാനത്ത് ചുറ്റമ്പല സമർപ്പണവും പ്രതിഷ്ഠാദിനവും ക്ഷേത്ര മഹോത്സവവും ഈ മാസം 12 മുതൽ 20 വരെ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് ഗണപതിയുടെയും ശാസ്താവിന്റെയും പുനഃപ്രതിഷ്ഠയും നടക്കും. ചൊവ്വാഴ്ച രാവിലെ 10-ന് ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ സന്തോഷ് ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ചടങ്ങിൽ ആവണയങ്ങാട്ട് കളരിയിലെ അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ ചുറ്റമ്പലത്തിന്റെ സമർപ്പണോദ്ഘാടനം നിർവഹിക്കും. 17-ന് ഉപദേവന്മാരായ ഗണപതിയുടെയും അയ്യപ്പന്റെയും പുനഃപ്രതിഷ്ഠയും 20-ന് പ്രതിഷ്ഠാ ദിനവും ക്ഷേത്ര മഹോത്സവവും നടക്കും. ഉത്സവ ദിവസം ഉച്ചയ്ക്ക് 12-ന് അന്നദാനമുണ്ടാകും. ക്ഷേത്രം തന്ത്രി കൊടുങ്ങല്ലൂർ സന്തോഷ് ശാന്തി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ചൊവ്വാഴ്ച രാവിലെ മഹാഗണപതി ഹോമം, വിശേഷ പൂജകൾ, തുടർന്ന് 10-ന് ആവണയങ്ങാട്ട് കളരി അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ സമർപ്പണം നടത്തും. അരയമ്പലത്തിൽ ചർച്ച പ്രസിഡന്റ് പ്രേംഭൂഷൺ മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ വിശേഷ പൂജകൾ, വിവിധ അഭിഷേകങ്ങൾ, ബിംബശുദ്ധി, കലശപൂജ എന്നിവയുണ്ടാകും. ശനിയാഴ്ച രാവിലെ ദീപകലശം എഴുന്നള്ളിപ്പ്, വൈകിട്ട് ബിംബശുദ്ധി, കലശാഭിഷേകം, ശയ്യയിലേക്ക് എഴുന്നള്ളിക്കൽ, ഉപഹാര സ്ഥാപനം, വൈകിട്ട് ദീപാരാധന, 7-ന് ക്ഷേത്രമാതൃസമിതി അവതരിപ്പിക്കുന്ന തിരുവാതിരക്കളി, 7:30-ന് അത്താഴപൂജ, കേളി, കൊമ്പ്, കുഴൽപ്പറ്റ്, തായമ്പലം, രാത്രി 9-ന് താലപ്പൊലിയോടുകൂടിയ എഴുന്നള്ളിപ്പ്, 11-ന് വാർത്താ സമ്മേളനത്തിൽ AS പത്മപ്രഭ, PK ഹരിഹരൻ, EV ധർമ്മൻ, PB ധർമ്മൻ, PB രണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് നേതൃത്വത്തിന്റെ അവഗണനയിലും നീതി നിഷേധത്തിലും പ്രതിഷേധിച്ച് അഖില കേരള ധീവര സഭ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃപ്രയാർ അവകാശ സംരക്ഷണ സംഗമവും പ്രതിഷേധ പ്രകടനവും നടത്തി. അഖില കേരള ധീവര സഭ സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി PV ജനാർദ്ദനൻ പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തു. ധീവരസഭ ജില്ലാ പ്രസിഡന്റ് KV തമ്പി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി TV ശ്രീജിത്ത്, UM സുബ്രഹ്മണ്യൻ, വെങ്കിടേഷ്, UB മണികണ്ഠൻ, ബാബു കുന്നുങ്ങൽ, ജയൻ കാര എന്നിവർ സംസാരിച്ചു. അത് തന്നിട്ടുള്ള ഭരണകൂടങ്ങൾ, അത് തന്നിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നു, മറ്റു സമുദായങ്ങളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടി ഈ സമുദായത്തെ ബലിയാടാക്കാൻ പോകുന്നു. ഇത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു വ്യവസ്ഥയാണ്. കാരണം ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഓരോ സമൂഹത്തിൻ്റെയും കാര്യങ്ങൾ പാർലമെന്റിലായാലും നിയമസഭയിലായാലും അവതരിപ്പിക്കുന്നതിന് വേണ്ടി ആ സമൂഹത്തിൻ്റെ പ്രതിനിധിയില്ലെങ്കിൽ നമുക്കറിയാം ഈ രാജ്യത്ത് നടക്കുന്നത് അധികാരമുള്ളവൻ അവന്റെ കൈയിട്ട് വാരി അവന്റെ സമൂഹത്തിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ കേരളത്തിലെ 30 ലക്ഷത്തിൽ കൂടുതൽ വരുന്ന ധീവര സമൂഹത്തിന് ഒരു പ്രതിനിധിയില്ല എന്ന് പറഞ്ഞാൽ അത് രാഷ്ട്രീയക്കാർ ചെയ്ത ഏറ്റവും കൊടും വഞ്ചനയാണ് ഈ സമൂഹത്തോട്. അമിത വൈദ്യുതി പ്രവാഹത്തെ തുടർന്ന് ഗൃഹോപകരണങ്ങൾ കത്തിനശിച്ചു. കയ്പമംഗലം ബോർഡ് കിഴക്ക് ഭാഗം ചിറക്കൽ പള്ളി പരിസരത്താണ് ലൈനിൽ അമിത വൈദ്യുതി പ്രവാഹമുണ്ടായത്. കണ്ടേങ്ങാട്ടിൽ സാജന്റെ വീട്ടിലാണ് അപകടമുണ്ടായത്. വീട്ടിലെ ഫാൻ, മിക്സി, ലൈറ്റുകൾ, മെയിൻ സ്വിച്ച്, മറ്റ് സ്വിച്ച് ബോർഡുകൾ, വയറിങ്ങുകൾ ഉൾപ്പെടെ കത്തിനശിച്ചു. വീടിന്റെ ഭിത്തിക്കും കേടുപാടുകൾ സംഭവിച്ചു. വീടിന് സമീപത്തുള്ള 33 kV ലൈനിൽ പക്ഷി കുടുങ്ങിയതാണ് കാരണമെന്ന് പറയുന്നു. ഇന്ന് രാവിലെ 8:30-യോടെയാണ് സംഭവം. KECB അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. കയ്പമംഗലം ചളിങ്ങാട് തനിച്ച് താമസിച്ചിരുന്ന മധ്യവയസ്കനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ചളിങ്ങാട് അമ്പലനട പടിഞ്ഞാറ് ഭാഗം വലിയ പറമ്പിൽ രഘുനാഥനെയാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 2 ദിവസമായി ഇയാളെ വീടിന് പുറത്ത് കാണാറില്ലെന്ന് അയൽവാസികൾ പറയുന്നു. ഇന്ന് രാവിലെ അയൽപക്കത്തുള്ളവർ വീട്ടിലെത്തി നോക്കിയപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ടെന്ന് കരുതുന്നു. കയ്പമംഗലം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വലപ്പാട് കോടൻ വളവിൽ വീടിനു നേരെ ആക്രമണം. ആക്രമണത്തിൽ വയോധികയ്ക്ക് കൈകൾക്കും മുഖത്തും പരിക്കേറ്റു. കോടൻ വളവ് പടിഞ്ഞാറ് കിഴക്ക് രാമകൃഷ്ണൻ ഭാര്യ ഷാജിദയ്ക്കാണ് പരിക്കേറ്റത്. ഇക്കഴിഞ്ഞ ദിവസം രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. അയൽവാസിയായ യുവാവാണ് ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. വീട്ടിൽ അതിക്രമിച്ചു കയറിയ യുവാവ് TV തട്ടിമറിച്ചിട്ട് വയോധികയെ അസഭ്യം പറഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. വലപ്പാട് പോലീസ് കേസെടുത്തു.
എന്താണ് അവൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കണ്ടില്ല. അവൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്ന വശം ഞാൻ അങ്ങനെ അകത്ത് കയറി വാതിലടച്ചു. പിന്നെ എൻ്റെ ഫ്രണ്ടിലെ ജനലും വാതിലും എല്ലാം വെട്ടിയിട്ടാണോ തല്ലിയിട്ടാണോ എന്താണെന്നറിയില്ല. കയ്യിൽ അവൻ്റെ വടി ഉണ്ടായിരുന്നു. വടിയൊക്കെ അവിടെ മുറിഞ്ഞ് കിടക്കുന്നുണ്ട് ഇപ്പം. തല്ലി തകർത്ത് അത് കഴിഞ്ഞിട്ട് ജനലിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് ചില്ലുകൾ എടുത്ത് തന്നെ എറിഞ്ഞ് എൻ്റെ കൈക്ക് ചില്ല് തെറിച്ച് വീണിട്ടാണ് പൊട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് ടി വിയുടെ റിമോട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തിട്ട് സ്റ്റാൻഡിൽ നിന്ന് എടുത്തിട്ട് എറിഞ്ഞ് മോണേമ തട്ടി വായിന്ന് ചോര വന്ന് ഇപ്പോൾ പല്ലിൻ്റെ ഒരു ചീള് പോയി. ഇന്ന് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ എക്സ്റേ എടുത്ത് പല്ലിൻ്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എനിക്കിപ്പോൾ ഇവിടെ വേദന ഉണ്ട്, ചെവിയും ഈ ഭാഗം മൊത്തം വേദന ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെ ജനലും അപ്പുറത്തെ മുറ ജനലൊക്കെ അടിച്ച് പൊളിച്ച് ചവിട്ടികളൊക്കെ ചീന്തി പൊളിച്ച് വാതിൽ തള്ളി, വാതിൽ ചെമ്മരും ഇതും കൂടി വിണ്ട് നിൽക്കുകയാണ് വാതിൽ, വലിയ വാതിൽ. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ടിട്ട് ടി വിനെ അങ്ങനെ തന്നെ തള്ളി മറിച്ചിട്ട് ഒരു 17-ാം തീയതിക്ക് ഒരു മാസമാവുള്ളൂ 27,000 രൂപക്ക് ഒരു ടി വി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 6075 രൂപ, പവന് 48,600 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ആറാട്ടുപുഴയിലെ തൃപ്രയാർ തേവരുടെ തറ സമർപ്പിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവരുടെ ചമയങ്ങളും മറ്റും ഒരുക്കി വെക്കുന്നതും തേവർക്കുള്ള ദ്രവ്യസമർപ്പണം നടക്കുന്നതുമായ ആറാട്ടുപുഴയിലെ നവീകരിച്ച തേവർ തറയാണ് സമർപ്പിച്ചത്. ചേർപ്പ് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സമ്മേളനവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആഘോഷിച്ചു. ചലച്ചിത്ര താരം മാളവിക നായർ ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകര ദേവസ്ഥാനം മുൻ ദേവസ്ഥാനാധിപതി സ്വർഗീയ ദാമോദര സ്വാമിയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഏഷ്യയിലെ തന്നെ ആദ്യ സംരംഭമായ 100 ദിവസത്തെ തുടർച്ചയായുള്ള ഭാരത നൃത്തോത്സവത്തിന് തുടക്കം. നർത്തകി പത്മഭൂഷൺ ഡോക്ടർ മല്ലിക സാരാഭായ് ശതദിന നൃത്തോത്സവം ഉദ്ഘാടനം ചെയ്തു. അവണിശ്ശേരി മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നടന്നു. DCC വൈസ് പ്രസിഡന്റ് CO ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.